ഇന്ത്യൻ 2 റൈറ്റർ ഡയറക്ടർ ശങ്കർ. ശങ്കറിൻ്റെ കൂടെ തന്നെ ഡയലോഗ്സിൻ്റെ അകത്ത് ഇതിൽ ജയമോഹനും അതുപോലെ തന്നെ കപിലൻ വൈരമുത്ത് ഇവരൊക്കെ വന്നിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം 1996 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴും നമുക്ക് കാണുന്ന സമയത്ത് അതിൻ്റെ മ്യൂസിക് കൊണ്ടും അതിൻ്റെ ഇമോഷണൽ കണക്ട് കൊണ്ടും വേറിട്ട് നിൽക്കുന്ന സിനിമയാണ് ആക്ച്വലി ഇന്ത്യൻ എന്ന് പറയുന്നത്. ഒരു ആംഗ്രി യങ് മാൻ ആയിട്ടുള്ള ഡയറക്ടർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ എലമെൻസും അറ്റ് ദ സെയിം ടൈം ആ ഒരു ഇമോഷനും ഒത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ 2 വരുന്ന സമയത്തേക്ക് സ്റ്റാറിങ് കമൽ ഹാസൻ, അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, രാഹുൽ പ്രീത് സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എസ് ജെ സൂര്യ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ബോബി സിംഹ, വിവേക്, മനോബാല, നെടുമുടി വേണു, സമുദ്രകണി, കാളിദാസ് ജയറാം, അതുപോലെ തന്നെ ഡൽഹി ഗണേഷ്. അങ്ങനെ ഒരു വലിയൊരു താരനിര ഇതിൻ്റെ അകത്ത് ഉണ്ട്. ശങ്കർ പറഞ്ഞ പോലെ തന്നെ ഇത് 2 പാർട്ടായിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ഇന്ത്യൻ 2 അതുപോലെ തന്നെ ഇന്ത്യൻ 3 വരുന്നുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിലോട് വരുന്ന സമയത്ത് ഇന്ത്യൻ 3യുടെ കുറച്ച് ഗ്ലിംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നും ഉണ്ട്. സോ ശങ്കർ ആസ് എ ഡയറക്ടർ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര വിഷണറി ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. വലിയ കാര്യങ്ങൾ പണ്ട് മുതലേ തൻ്റെ സിനിമയിൽ ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി. അതായത് മുതൽവനും അതുപോലെ തന്നെ ജെന്റിൽമാനിലൊക്കെ തന്നെ പുള്ളിക്കാരൻ പല രീതിയിലുള്ള ഇന്ത്യൻ സിനിമ അപ്പോൾ കാണാത്ത ടെക്നോളജിയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ശങ്കർ ഇപ്പോഴും വിഷണറിയാണ്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അതൊരു പാട്ടുണ്ട്. സോ ആ പാട്ട് വന്നിട്ട് എടുത്തിരിക്കുന്ന രീതി, ആ പാട്ട് വന്നിട്ട് ഒട്ടും കൊള്ളില്ല, കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖമില്ലാത്തൊരു പാട്ടാണ്, എനിക്കറിയില്ല ഇപ്പം. പക്ഷെ അത് എടുത്തിരിക്കുന്നത് ആ റിഫ്ലക്ഷനൊക്കെ കാണുന്നത് ശങ്കർ ആക്ച്വലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ട് ചില ഈ പാട്ടുകൾ ഇപ്പോൾ കഥറൽസ് എന്നൊക്കെ പറയുന്ന പാട്ടിനകത്തുള്ള ചില ഒരു ലാർജ് ക്രൗഡ് വെച്ചിട്ടുള്ള പരിപാടി ചെയ്യുന്ന സമയത്ത് ശങ്കർ അത് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യും. ശങ്കറിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള എത്തിയൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ ഗംഭീരമായിട്ട് അത് ശങ്കർ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ നമുക്ക് ഇതിനകത്തൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ സിനിമ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ സീക്വൽ അല്ല ഇത് എന്നുള്ള പക്ഷത്തിൽ എടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തുള്ള ആക്ഷൻ സെറ്റ് പീസ് അത് ആര് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ആക്ഷൻ സെറ്റ് പീക്സ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷെ അത് ഭയങ്കര ഇലോങ്ങേറ്റ് ചെയ്തും പോയി. പക്ഷെ ഒരു പരിധി വരെ അത് വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശങ്കറിനും പറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാൻ വേണ്ടി തോന്നുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, ആദ്യത്തെ പ്രശ്നം പറഞ്ഞാൽ മേ ബി സുജാത തന്നെയായിരിക്കും. ശങ്കറിൻ്റെ ഡയലോഗ് റൈറ്റർ ആയിട്ടുള്ള സുജാത പോയതിന് ശേഷം ശങ്കറിൻ്റെ സിനിമകൾ എടുത്തു പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ റോബോട്ട് വരെ പുള്ളിയായിരുന്നു ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. ശങ്കർ എന്ന് പറയുന്ന ഒരാളുടെ കഥ തിരക്കഥയും ഡയലോഗ്സുമായിട്ട് മാറുന്ന സമയത്ത് സുജാത എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള ചില സമയത്ത് ലാസ്റ്റ് 3 സിനിമ ശങ്കറിൻ്റെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. സോ സുജാത ഇല്ലാത്തതാണോ ഇതിനകത്ത്? പക്ഷേ ശങ്കറും ജയമോഹനൊക്കെ കൂടിയിട്ട് സുജാതയുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇമോഷണൽ കണക്ട് ഇതിനകത്ത് വരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു അസാസിനേഷൻ വരികയാണെങ്കിൽ, കാരണം ക്യാരക്ടർ അസാസിനേഷൻ നമ്മൾ പറയില്ല ആ രീതിയിലാണ്. കാരണം ഇന്ത്യൻ്റെ ഫ്ലേവർ ഇങ്ങനെയല്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് കുറച്ചും കൂടി ലൗഡാണ്. അതായത് നമ്മൾ ഇന്ത്യൻ്റെ അകത്ത് പുള്ളിക്കാരൻ നടന്നു പോകുമ്പോൾ ഒക്കെ ഒരു ഓൾഡ് മാൻ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് കമലഹാസൻ വേഷം മാറിയിട്ട് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക്. സോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ശങ്കറിന് ആക്ച്വലി ഒഴിവാക്കായിരുന്നു. മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് അനിരുദ്ധ് രവിചന്ദ്രനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സോ ഇന്ത്യൻ 1ൻ്റെ മ്യൂസിക് നമുക്ക് എല്ലാവർക്കും പറയാം കുറച്ചും കൂടി ലോ പ്രൊഫൈലുള്ള മ്യൂസിക്കാണ്, ഈവൻ ദോ അതൊരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരുന്നെങ്കിലും. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് വെരി ഹൈ വോൾട്ടേജ് മറ്റേ അനിരുദ്ധിൻ്റെ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചേരുന്നതെന്ന് ചോദിച്ചാൽ അത് ചേരുന്നില്ല. കാരണം ഈ ഹൈലി കൊമേഴ്ഷ്യലൈസ്ഡ് സിനിമയാണെങ്കിൽ പോലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വർക്ക് ആവുന്നില്ല. പാട്ടുകളൊക്കെ കഥറൽസും കംബാക്ക് ഇന്ത്യനൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നിട്ട് അനിരുദ്ധിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് AR റഹ്മാൻ്റെ മ്യൂസിക് വരുന്നതായിരുന്നു ആകെയുള്ളൊരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുള്ളത്. എഡിറ്റിംഗ് ശ്രീകർ പ്രസാദിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ശങ്കർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്യാനൊന്നും ഇല്ല എന്നാണ് ശങ്കർ പറഞ്ഞത്. പക്ഷേ എനിക്കൊക്കെ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് സുഖമായിട്ട് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ട് കൂടി കയറ്റായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും അൺവാണ്ടഡ് ആയിട്ടുള്ള സീനുകൾ ഉണ്ട് ഈ സിനിമേൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. മേ ബി വന്നിട്ട് 2 പാർട്ടായിട്ട് തന്നെ ചെയ്യണമെന്ന് പ്രൊഡ്യൂസറുടെ ഇതായിരിക്കും, എനിക്കറിയത്തില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ. സോ എഡിറ്റിംഗ് 3 മണിക്കൂർ 5 മിനിറ്റ് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് സിനിമ വരാൻ പോകുന്നതെന്ന് പറയുന്നു. 2 മണിക്കൂർ 40 മിനിറ്റ് ആക്കുമെന്ന് പറയുന്നു. സോ ഇത് ആദ്യം ചെയ്യാമായിരുന്നല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ആദ്യം ചെയ്യാമായിരുന്നു. കാരണം അത്രയും കട്ട് ചെയ്ത് കളയാനുള്ള സാധനങ്ങളുണ്ട് ഇതിനകത്ത്. കമലഹാസൻ നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ട് കമലഹാസൻ ആ ഒരു ക്യാരക്ടറിനെ സേവ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സ്ക്രീൻ പ്ലേ വീക്ക് ആവുന്നിടക്ക് ആ സിനിമ കംപ്ലീറ്റ്ലി പോവാണ്. അതായത് നമുക്ക് കമലഹാസൻ എന്ത് തരത്തിലുള്ള ഇമോഷൻ കാണിച്ചിട്ടും കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ
ഈ വർമ്മക്കലയുടെ ഒരു അതിപ്രസരമാകുന്ന സമയത്ത് തന്നെ പ്രേക്ഷകനെ ബോറടിക്കാൻ തുടങ്ങും. അതിൻ്റെ അകത്ത് വന്നിട്ട് പല പല കൊല്ലുന്ന ടെക്നിക്സ് ഉപയോഗിക്കുക. അതൊക്കെ വന്നിട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോറായി. കമലഹാസനും ശങ്കറും ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവണം. കമലഹാസൻ വിചാരിച്ചൊന്നും എനിക്കറിയില്ല. ശങ്കർ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവണം എന്ന് വിചാരിച്ച ഒന്നും തന്നെ വർക്കായിട്ടില്ല ആ സിനിമേൻ്റെത്. തുപ്പലൊക്കെ കൂട്ടിയിട്ടൊരു പരിപാടിയുണ്ട്. അതൊക്കെ എന്തെന്നാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സോ ഇതൊക്കെ വന്നിട്ട് ഉള്ളതാണെങ്കിൽ കൂടി പ്രേക്ഷകനെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് ശങ്കർ ട്രൈ ചെയ്യണമായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് നെടുമുടി വേണുവിനും മനോബാലനെയൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ പുള്ളി ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ പറഞ്ഞത് ഞാൻ അങ്ങനത്തെ ടെക്നിക്കൽ പരിപാടിയൊക്കെ പുള്ളി ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ലാസ്റ്റത്തെ ഫൈറ്റും അത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ. പിന്നെ ഈ സിനിമയുടെ എൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് പ്രോപ്പറായിട്ടൊരു എൻഡ് ശങ്കർ കൊടുത്തിട്ടില്ല. ഇന്ത്യൻ 3 വരുന്ന സമയത്ത് ഇന്ത്യൻ 2 എൻഡും ആണല്ലോ. ഇന്ത്യൻ 2 എന്നിട്ട് ഒരു സീരിയൽ അവസാനിക്കുന്ന പോലെയാണ് അവസാനിച്ചിട്ട്. ഇപ്പോൾ നാളത്തെ എപ്പിസോഡ് വരുന്നുള്ള രീതിയിൽ നമ്മൾ കാത്തുപോലും ആ രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ലാതെ ഇന്ത്യൻ 3 പോകുന്നത് എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ ഹാഫ് ബേക്ക്ഡ് പോലും അല്ല. സോ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞില്ല. അപ്പോൾ ഇന്ത്യൻ 3 ഗ്ലിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഹിറ്റാവുകയാണെങ്കിൽ ഇന്ത്യൻ 2 ഹിറ്റാവാതെ ഇന്ത്യൻ 3 ഹിറ്റായിട്ടുള്ള അപൂർവം ചില പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യൻ 3 നന്നായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയാനുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് ഈ സിനിമ ഒരു തവണ കാണാവുന്നതാണ്. സോ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടോ ഇന്ത്യൻ കംപ്ലീറ്റ്ലി മറന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ 2 ഒരു തവണ കാണാവുന്നതാണ്. സോ ഡു വാച്ച് ഇന്ത്യൻ 2 ഇൻ തിയേറ്റേഴ്സ്.